ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാര്യമായിട്ടുള്ള സംഭവം മറന്നുപോയിട്ട് എന്നോട് ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് അവൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ടെ നേന്ത്രപ്പഴം കൊണ്ടുപോയി തന്നിട്ടുണ്ടോ. അത് ഇന്ന് പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു ഞാനിട്ട്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയായത്. അപ്പോൾ നമുക്ക് പഴംപൊരി ഉണ്ടാക്കണം. അതിലേക്കുള്ള മൈദയും വേണം, ഓയിലും വേണം, പിന്നെ പത്തിരിപ്പൊടിയല്ലേ വേണ്ടിയത്. അപ്പോൾ പത്തിരിപ്പൊടി മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഓയിലും മൈദയും പോയിട്ട് വാങ്ങിയിട്ട് വരണം. പഴത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ ആദ്യം. പഴമൊക്കെ പഴുത്ത് നല്ല ഉഷാറായിക്കുണ്ടോ, നല്ല രീതിയിൽ പഴുത്തിക്കണം. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു പഴംപൊരി നമുക്ക് ഉണ്ടാക്കണം. ആദ്യം ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേന് ഫുഡ് റെഡിയാക്കണം, എല്ലാം റെഡിയാക്കാൻ കേട്ടോ. റൂമിൻ്റെ അടുത്ത് തന്നെ കട ഉള്ളതും കൊണ്ട് കഴിച്ചില്ലായിട്ടോ. വേഗം പോയിട്ട് മൈദയും വാങ്ങി ഓയിലും വാങ്ങി. ഇനി ഇതൊന്ന് പെട്ടെന്ന് മാവ് റെഡിയാക്കി എടുക്കണം. ഇതിൻ്റെ അളവൊന്നും എത്രയാണെന്ന് എനിക്ക് ഓർമ്മയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു ഐഡിയ പോലൊക്കെ അങ്ങോട്ട് ചെയ്യാം നമുക്ക്. മൈദപ്പൊരു എത്ര കയ്യിൽ വേണ്ടി വരും? 1 2 3 ഇത്ര പഴമുള്ളത് 5 കായ് പഴമുണ്ട്. അപ്പം അതിന് ഫുള്ളായിട്ട് പൊരിക്കാനുള്ള മാവ് വേണമല്ലോ. ഇത് മതിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് പത്തിരിപ്പൊടി കുറച്ച് മതിയാവില്ലേ, ഒരു ഉറപ്പ് കിട്ടാൻ ഒരുപാട് ഇടണ്ട. ഇനി ഇതിലേക്ക് വേണ്ടിയത് പഞ്ചസാരയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഏലക്കായൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും കുറച്ചിടാം. ഏലക്കായൻ്റെ പൊടി ഇല്ലാത്തതും കൊണ്ട് 2 ഏലക്കായ ഇങ്ങനെ ഇടാം. പിന്നെ നമുക്കൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അല്ലേ, മതി. ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാട്ടോ അത്. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാക്കണമല്ല കേട്ടോ, ചെറിയൊരു ഐഡിയയിൽ അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഇതൊക്കെ. നമുക്ക് ഫുഡ് ഉണ്ടാക്കൽ തുടങ്ങിയാൽ അത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ റെഡിയാവുന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ, ആ ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന കേട്ടോ അതൊക്കെ. അങ്ങനെ പഞ്ചസാര ഇട്ടിട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിങ്ങായിട്ട് നല്ലവണ്ണം ഉടച്ച് നല്ല രീതിയിൽ കട്ടൊന്നും ഇല്ലാണ്ട് സോഫ്റ്റ് ആക്കി എടുക്കണം. മാവൊക്കെ റെഡിയാക്കിയപ്പോൾ കേട്ടോ പെട്ടെന്ന് മറന്നു പോയൊരു കാര്യം ആലോചിച്ചത്, ഉപ്പിട്ടില്ലായിരുന്നു. അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് എടുക്കാം. ആ മധുരവും പിന്നെ എല്ലൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പിട്ടത്. സംഭവം മാവൊക്കെ റെഡി ആയിക്കണേ, നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ. എനിക്ക് തന്നെ അല്ല ഓരോന്ന് പഠിക്കലില്ലേ, ഒന്നും അറിയൂലെന്ന് പറഞ്ഞങ്ങാണ്ട് ചെയ്യാണ്ടിരിക്കരുത്. നമ്മൾ ഓരോന്ന് ചെയ്ത് നോക്കണം, എന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എല്ലാ കാര്യവും നമുക്ക് അറിയൂല, എന്നെ കൊണ്ട് പറ്റൂല, എന്നെ കൊണ്ടാവൂല എന്ന് പറഞ്ഞ് കുത്തിരുന്നാൽ എന്നും അങ്ങനെ കുത്തിരിക്കലേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ മാവ് ഫുള്ള് റെഡി ആയിട്ടോ. ഇനി പഴം ഒന്ന് മുറിച്ച് റെഡിയാക്കി എടുക്കണം. ഈ പഴത്തിന് ഫുള്ളായിട്ടുള്ള മാവ് ഉണ്ടാവുമെന്ന് ഓർമ്മല്ല, എന്നാലും നമുക്ക് 4 കായ് ഫസ്റ്റ് മുറിച്ചിടാം. ഇനിയിപ്പോൾ അഥവാ തേയ്യാണ്ടായി പോയാലോ, വെറുതെ പഴം പടുക്കാക്കണ്ടല്ലോ. കാര്യം ചെയ്യാം, പകുതി മുറിച്ചിട്ട് എന്നിട്ട് പീസാക്കി വെക്കാം. ഒരു പഴം 1 2 3 കഷ്ണാക്കി കേട്ടോ ഞാൻ മുറിച്ചത്. നല്ല കട്ടി തന്നെ ആയിക്കോട്ടെ, അല്ലാണ്ട് ഹോട്ടലിൽ നിന്ന് കിട്ടും പോലെ പകുതി 3/4 ഭാഗം മൈദയും 1/4 ഭാഗവും പായമായി പോകണ്ട. തിന്നണോൾ നല്ല ഉഷാറായിട്ട് തിന്നോട്ടെ. അങ്ങനെ ഒരു കായ് പായം ഇവിടെ വെച്ചിക്കണ്. 4 കായ് പായം ഞാൻ മുറിച്ച് വെക്കുകയും ചെയ്തിക്കണ്. അപ്പം നമുക്കൊന്ന് പൊരിച്ച് നോക്കാൻ എന്താ അവസ്ഥ എന്നുള്ളത്. ആദ്യം നമുക്ക് ഈ എണ്ണ ഒന്ന് ചൂടാക്കണോ നോക്കാം. ഓയിലൊന്ന് ചൂടായാൽ മാത്രമേ അതിൽ കിട്ടാൻ പറ്റുള്ളൂ. അടിപൊളിയിൽ ചൂടാക്കി. ഇനി നമുക്ക് പഴത്തുമ്മൽ മാവ് പുരട്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സ്പൂൺ കൊണ്ടൊന്നും ഇങ്ങനെ ആക്കിയാൽ റെഡി ആവില്ല കേട്ടോ, അതാ കൈ കൊണ്ട് തന്നെ ആക്കുന്നത്. അത് പൊരിഞ്ഞ് വരട്ടെ, എന്നിട്ട് ബാക്കിയുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ പഴംപൊരിയൊക്കെ ഫുള്ള് ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പഴംപൊരി. നമ്മൾ ഈ വീഡിയോ ഞാൻ എന്തിനാണ് അറിയാം ഇവിടെ ചെയ്തത്, നിങ്ങളൊക്കെ ചോദിക്കല്ലേ ഈ എവിടുന്ന ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചതെന്ന്. നമ്മൾ പഠിച്ചിട്ടൊന്നും ചെയ്യണമല്ലോ കേട്ടോ, ഇങ്ങനെ ഓരോന്ന് ചെയ്തു നോക്കും. ചിലപ്പോൾ ആദ്യത്തെ കൊള്ളാവും, രണ്ടാമത്തെ ഉഷാറായി വരും. ഇത് ആദ്യത്തെ തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് റെഡി ആക്കിന്. കാരണം എന്നാൽ മാവ് നമ്മൾ റെഡിയാക്കി അതിലേക്ക് പഴത്തിൽ കുഴച്ച് അങ്ങോട്ട് ഇടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവിടെ നിന്ന് കൊണ്ട് ഒലിച്ചിറങ്ങിയതൊക്കെ ഉണ്ട്. ഇനി അടുത്ത വട്ടം ഉണ്ടാക്കുമ്പോൾ അത് റെഡിയാവും. അങ്ങനെയൊക്കെ തന്നെ ആട്ടോ ഓരോരോ ഫുഡ് ഉണ്ടാക്കി നമ്മൾ പഠിക്കുന്നത്. അപ്പം നമുക്ക് ചൂടില്ലാത്തൊരു പീസ് എടുത്ത് കഴിച്ച് നോക്കാം, ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാലോ.
സംഭവം നല്ല രസമായിക്കിന്, കാണാനും വലിയ ഭംഗിയൊന്നും ഇല്ലാന്നേ ഉള്ളൂ, കഴിക്കാൻ നല്ല രസമുണ്ട്. ഇപ്പൊ ഫുഡ് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർ ഇങ്ങനൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ, സംഭവം ഉഷാറായി വരും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്കും ഷെയറും, അതുപോലെ ഫോളോ ചെയ്യാത്ത ആൾക്കാർ ഫോളോ ചെയ്യുമാണ്. ബൈ ബൈ.